അല്ല ഇതാര്? ടിൻഡു എന്താ പള്ളിയില്? കൊച്ചിയെ അമേരിക്കയുടെ തലസ്ഥാനമാക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വന്നതാ. അതെന്തിനാടാ കൊച്ചിയെ പിടിച്ച് അമേരിക്കയുടെ തലസ്ഥാനമാക്കുന്നത്? എന്ത് ചെയ്യാനാ, അമേരിക്കയുടെ തലസ്ഥാനം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ കൊച്ചി എന്ന് എഴുതിയിട്ടത്. നീ പ്രാർത്ഥിക്കുകയല്ലേ നിവർത്തിയുള്ളൂ. ഇവന്റെ ഒരു തമാശ. എടാ നമുക്കൊരു മാച്ച് കളിച്ചാലോ? ഓക്കെ ഓക്കെ, പക്ഷെ ഫസ്റ്റ് ബാറ്റിംഗ് എനിക്ക് വേണം. ശരി എന്നാ കേറ്. നിങ്ങൾക്കറിയോ, എന്റെ അപ്പൂപ്പൻ ഒരു വലിയ വേട്ടക്കാരനായിരുന്നു. കഴിഞ്ഞ ആഴ്ചയെ അപ്പൂപ്പൻ 3 പുലികളെ പിടിക്കാൻ പോയി. എന്നിട്ട് പിടിച്ചോ? എവിടെ, പുലിയുടെ വിശപ്പും മാറി, അപ്പൂപ്പന്റെ കടിയും മാറി. എന്താ ടിൻഡു, ഇന്ന് ട്യൂഷന് വരുന്നില്ലേ? ഇന്ന് എനിക്കൊരു ലീവ് വേണം ടീച്ചർ. എന്റെ മുത്തശ്ശി മരിച്ചു. കഴിഞ്ഞ മാസമല്ലേ നിന്റെ മുത്തശ്ശി മരിച്ചോന്ന് പറഞ്ഞ് ഒരു ലീവ് എടുത്തത്? എന്തു ചെയ്യാനാ ടീച്ചറെ, എന്റെ മുത്തശ്ശൻ വീണ്ടും കെട്ടി. നിന്റെ അച്ഛനെ ഞാനൊന്ന് കാണട്ടെ, കളി ലേശം കൂടുന്നുണ്ട്. അയ്യോ ചോര. കരയണ്ട കരയണ്ട, ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോട്ടോ. ക്രിക്കറ്റ് കളിച്ചപ്പോ ബോള് തട്ടി പൊട്ടിയതാ. വേദനയുണ്ടോ മോനെ? ഉണ്ട്. വോമിറ്റ് ചെയ്യാൻ വരുന്നുണ്ടോ? ഇല്ല, ഡോക്ടർ വേണം പോയിക്കോ. അതല്ല മോനെ, ഛർദിക്കാൻ വരുന്നുണ്ടോന്ന്. അത് തന്നെയാ ഡോക്ടർ അവനും പറഞ്ഞത്. ഡോക്ടർ വേണേ പോയി ഛർദിച്ചിട്ട് വാ, ഞങ്ങളിവിടെ ഇരിക്കാം. ആ ശരി ശരി, സ്റ്റിച്ച് ഇടേണ്ടി വരും. സിസ്റ്റർ, കുട്ടിയകത്തെ കൊണ്ടുപോയിക്കോളൂ. അല്ല ഡോക്ടർ, ഈ സ്റ്റിച്ച് ഇടാൻ എത്ര രൂപ ചെലവ് വരും? ഒരു 500 രൂപയെങ്കിലും ആവും. ഈശ്വരാ, 500 രൂപയോ? വെറുതെ 2 സ്റ്റിച്ച് ഇട്ടാ മതി, അല്ലാതെ എംബ്രോയിഡറി വർക്കൊന്നും വേണ്ട. എടോ, സ്റ്റിച്ച് ഇടാൻ തന്നെയാ 500 രൂപയാകൂന്ന് പറഞ്ഞത്. അപ്പൊ ഈ പ്ലാസ്റ്റർ ഒട്ടിക്കാനാണെങ്കിലോ? അതൊരു 50 രൂപ മതി. എന്നാ പിന്നെ സ്റ്റിച്ചാണെന്ന് പറഞ്ഞൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചു കൊടുത്താ മതി. അവന്റെ നെറ്റിയല്ലേ, അവൻ കാണില്ലല്ലോ. എടോ, തന്റെ കയ്യിൽ ഇപ്പൊ കാശായിട്ട് എത്ര രൂപ കാണും? എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു 500 രൂപ ഇല്ല. നുള്ളിപ്പെറുക്കിയാൽ ഒരു 50 രൂപ കാണും. കാർഡ് എടുക്കുമോ? ഓ പിന്നെന്താ. എന്നാ പിന്നെ ഒരു പ്രശ്നമില്ല. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ഞാൻ കാർഡ് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോഴേ കാർഡ് എടുക്കാറില്ല. എല്ലാം ഡോക്ടറുടെ ഒരു ഭാഗ്യം. മോന്റെ വീട് എവിടെയാ? ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ 3ാമത്തെ കട്ട് റോഡിലെ 4ാമത്തെ വീടാ. ഓഹോ, അപ്പൊ MLA സുകുമാരൻ ചേട്ടന്റെ വീടിനടുത്താണോ? ഹേ അല്ലല്ല, സുകുമാരേട്ടൻ എന്റെ വീടിന്റെ അടുത്താ. ഇതാ, ഈ ഗുളിക 3 ദിവസം കൊടുക്കണം. കാശ് ഇവിടെ കൊടുത്താ മതി. കാശല്ല, ഞാൻ കാർഡാ കൊടുക്കുന്നത്. ആ, കാർഡെങ്കിൽ കാർഡ്. ഇതെന്ത് കാർഡാ? ഇത് പ്ലെയിൻ കാർഡ്. ഡോക്ടറല്ലേ പറഞ്ഞത് കാർഡ് എടുക്കുമെന്ന്. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. ഒന്നുമില്ലേ, നിങ്ങളൊരു ഡോക്ടറല്ലേ? എടാ ചിഞ്ചു, അമ്മ ചോദിച്ചാൽ തേങ്ങ വീണതാണെന്ന് പറഞ്ഞാ മതി കേട്ടോ. ബോൾ തട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് അമ്മയെ വെറുതെ ടെൻഷനാക്കാം.